ഒരു രാജ്യം മറ്റ് സമ്പദ് വ്യവസ്ഥകളുമായി അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥകളുമായി ബന്ധം സൃഷ്ടിക്കുന്നതിനുള്ള 3 മാർഗങ്ങൾ ഏതെല്ലാം? എക്സാമിന് ആവർത്തിച്ച് ചോദിക്കുന്ന 4 മാർക്കിന് അല്ലെങ്കിൽ 5 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. അപ്പം നമുക്കറിയാവുന്ന കാര്യമാണ്, ഇന്നത്തെ കാലത്ത് എല്ലാ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥകളും തുറന്ന സമ്പദ് വ്യവസ്ഥകളാണ്, ഓപ്പൺ എക്കോണമി. എന്താണ് ഓപ്പൺ എക്കോണമി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ലോകത്ത് പ്രധാനമായിട്ടും 2 തരത്തിലുള്ള സമ്പദ് വ്യവസ്ഥയാണുള്ളത്. ഒന്ന് ഓപ്പൺ എക്കോണമി, മറ്റൊന്ന് ക്ലോസ്ഡ് എക്കോണമി. തുറന്ന സമ്പദ് വ്യവസ്ഥയും അടഞ്ഞ സമ്പദ് വ്യവസ്ഥയും. തുറന്ന സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ ഓപ്പൺ എക്കോണമി ആണെങ്കിൽ ഒരു രാജ്യം മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് എല്ലാവിധ വ്യാപാര ബന്ധവും ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഓപ്പൺ എക്കോണമി എന്ന് പറയും. ഇന്ത്യ ഒരു ഓപ്പൺ എക്കോണമിയാണ്, ഇത് തുറന്ന സമ്പദ് വ്യവസ്ഥയാണ്. ഈ ക്ലോസ്ഡ് എക്കോണമി അഥവാ അടഞ്ഞ സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് യാതൊരുവിധ വ്യാപാര ബന്ധവും ഇല്ലെങ്കിൽ അതിനെ നമ്മൾ ക്ലോസ്ഡ് എക്കോണമി അല്ലെങ്കിൽ അടഞ്ഞ സമ്പദ് വ്യവസ്ഥ എന്ന് പറയും. അപ്പം ഇവിടെ പറഞ്ഞുള്ളത് ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ മറ്റു രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയിൽ ബന്ധം സൃഷ്ടിക്കാനുള്ള 3 മാർഗങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊരു തുറന്ന സമ്പദ് വ്യവസ്ഥയാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. ഒന്നാമത്തെ ഉൽപ്പന്ന വിപണി ബന്ധങ്ങൾ. എന്താണ് ഉൽപ്പന്ന വിപണി ബന്ധങ്ങൾ അഥവാ ഔട്ട്പുട്ട് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ? നമുക്കറിയാവുന്ന കാര്യമാണ്, തുറന്ന സമ്പദ് വ്യവസ്ഥ ആയതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് വിദേശ രാജ്യങ്ങളിൽ ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ നമ്മുടെ രാജ്യത്തുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങളും നമ്മൾ വിദേശ മാർക്കറ്റിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട്. അതായത് ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് ലോകത്തിലെ മറ്റു രാജ്യങ്ങളിൽ നിന്നും സാധനങ്ങളും സേവനങ്ങളും വാങ്ങാനും മറ്റു രാജ്യങ്ങൾക്ക് അവ വിൽക്കാനും സാധിക്കും, അല്ലേ? ഇത് ഉൽപ്പാദകർക്കും ഉപഭോക്താക്കൾക്കും സ്വദേശ സാധനങ്ങളും വിദേശ സാധനങ്ങളും ലഭ്യമാക്കാൻ സഹായിക്കുന്നുണ്ട്. ഇതിനെയാണ് ഉൽപ്പന്ന വിപണി ബന്ധങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഒരു രാജ്യത്തുള്ള ജനങ്ങൾക്കോ അല്ലെങ്കിൽ ഉൽപ്പാദകർക്കോ വിദേശത്തേക്ക് സാധനങ്ങൾ വിൽക്കാനും വിദേശ വസ്തുക്കൾ നമ്മുടെ രാജ്യത്തേക്ക് വാങ്ങാനും സാധിക്കും. ഇതിനെയാണ് നമ്മൾ ഉൽപ്പന്ന വിപണി ബന്ധങ്ങൾ അഥവാ ഔട്ട്പുട്ട് മാർക്കറ്റ് എന്ന് പറയുന്നത്. 2 ധനകാര്യ വിപണി ബന്ധങ്ങൾ അഥവാ ഫിനാൻഷ്യൽ മാർക്കറ്റ്. അതായത് നമ്മുടെ രാജ്യത്തുള്ള ജനങ്ങൾക്ക് മറ്റുള്ള രാജ്യങ്ങളുടെ ധനകാര്യ ആസ്തികൾ വേണമെന്നതിന് വാങ്ങാൻ സാധിക്കും. അതുപോലെ തന്നെ വിദേശികൾക്ക് നമ്മുടെ രാജ്യത്തുള്ള ധനകാര്യ ആസ്തികൾ വാങ്ങാൻ സാധിക്കും, അല്ലേ? ഇതിനാണ് നമ്മൾ ധനകാര്യ വിപണി ബന്ധങ്ങൾ എന്ന് പറയുന്നത്. സ്വദേശ ആസ്തികളിലും വിദേശ ആസ്തികളിലും നിക്ഷേപം നടത്താൻ ഇത് നിക്ഷേപകർക്ക് അവസരമൊരുക്കുന്നു. ഇതിനെയാണ് ധനകാര്യ വിപണി ബന്ധങ്ങൾ എന്ന് പറയുന്നത്. അതായത് നമുക്ക് നമ്മുടെ രാജ്യത്തുള്ള ജനങ്ങൾക്ക് ഇവിടെ നിന്നുകൊണ്ട് അല്ലെങ്കിൽ വിദേശത്ത് പോയിട്ട് വിദേശ ആസ്തികൾ നമുക്ക് വാങ്ങാൻ സാധിക്കും, വിദേശികൾക്ക് നമ്മുടെ രാജ്യത്തുള്ള ആസ്തികൾ വാങ്ങാൻ സാധിക്കും. ഇതിനാണ് നമ്മൾ ധനകാര്യ വിപണി ബന്ധങ്ങൾ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ തൊഴിൽ വിപണി ബന്ധങ്ങൾ, ലേബർ മാർക്കറ്റ്. നമ്മുടെ രാജ്യത്തുള്ള ആളുകൾക്ക് വിദേശത്ത് പോയി ജോലി ചെയ്യാവുന്നതാണ്, വിദേശികൾക്ക് നമ്മുടെ രാജ്യത്ത് വന്ന് ജോലി ചെയ്യാവുന്നതാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ നമ്മളെ ബന്ധുക്കളൊക്കെ പല ആളുകളും വിദേശത്ത് പോയി ജോലി ചെയ്യുന്നുണ്ട്, അല്ലേ? അത് എന്തിൻ്റെ ഭാഗമായിട്ടാണ്? തൊഴിൽ വിപണി ബന്ധങ്ങൾ എന്നുള്ളത് നമ്മുടെ രാജ്യം ഉണ്ടാക്കിയത് കൊണ്ടാണ്. അതായത് നമ്മുടെ രാജ്യം തുറന്ന സമ്പദ് വ്യവസ്ഥ സ്വീകരിച്ചത് കൊണ്ടാണ് ഈ തൊഴിൽ വിപണി ബന്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് വിദേശത്ത് നിന്ന് നമുക്ക് ഒരുപാട് സമ്പാദിക്കാനും അല്ലേ ഒക്കെ നമുക്ക് സാധിക്കും. തിരഞ്ഞെടുക്കുന്ന സ്ഥാപനങ്ങൾ സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ തൊഴിലാളികൾക്ക് സ്വദേശത്തോ വിദേശത്തോ ജോലി തിരഞ്ഞെടുക്കാവുന്നതാണ്, അല്ലേ? രാജ്യങ്ങൾക്കിടയിലുള്ള തൊഴിലാളികളുടെ നീക്കം വിവിധ ഇമിഗ്രേഷൻ നിയമങ്ങളാൽ നിയന്ത്രിതമാണ്. അപ്പോൾ നമ്മൾ വിദേശത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് നിയമ നടപടി ഉണ്ട്, അല്ലേ? വിദേശികൾ നമ്മുടെ രാജ്യത്ത് വരുന്നതിനും ഒരുപാട് നിയമ നടപടികളൊക്കെ ഉണ്ട്, അല്ലേ? അപ്പം ഇതിനാണ് വിദേശത്ത് തൊഴിൽ സ്വീകരിക്കാം അല്ലെങ്കിൽ സ്വദേശത്ത് തൊഴിൽ സ്വീകരിക്കാവുന്നതാണ്. ഇതിനെ നമ്മൾ തൊഴിൽ വിപണി ബന്ധങ്ങൾ എന്ന് പറയും. ഇപ്പോൾ രാജ്യം വിദേശ രാജ്യങ്ങളുമായിട്ട് പ്രധാനമായിട്ടും 3 തരത്തിലുള്ള ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഒന്നാമത്തത് ഉൽപ്പന്ന വിപണി ബന്ധങ്ങൾ, 2 ധനകാര്യ വിപണി ബന്ധങ്ങൾ, 3 തൊഴിൽ വിപണി ബന്ധങ്ങൾ. പണത്തിൻ്റെ ധർമ്മങ്ങൾ എന്തെല്ലാം? 4 മാർക്കിന് 5 മാർക്കിന് കൂടുതലായിട്ട് ചോദിക്കുന്ന ചോദ്യമാണിത്. ഒരു പക്ഷേ 2 മാർക്കിന് 3 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. 2 മാർക്കിന് 3 മാർക്കിനാണെങ്കിൽ പോയിന്റുകൾ മാത്രം എഴുതിയാൽ മതി. എന്നാൽ 4-5 മാർക്കിനാണെങ്കിൽ നമ്മൾ ഇവ ഓരോന്നും വിശദീകരിച്ച് എഴുതേണ്ടതായിട്ടുണ്ട്. എന്താണ് പണത്തിൻ്റെ ധർമ്മങ്ങൾ? ഇപ്പോൾ പണം എങ്ങനെയാണ് കടന്നു വന്നത്, എന്താണ് പണം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? അതായത് വാക്കറുടെ അഭിപ്രായത്തിൽ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനായ വാക്കർ പറഞ്ഞ എന്താണ്? പണം എന്താണോ ചെയ്യുന്നത് അതാണ് പണം. പണത്തിന് പല നിർവചനവും കൊടുത്തിട്ടുണ്ട്, അല്ലേ? ഇന്നത്തെ കാലത്ത് നമുക്ക് പണം ഇല്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല, അല്ലെ? വലിയ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കില്ല. അപ്പോൾ പണത്തിന് പ്രധാനമായിട്ട് 3 ധർമ്മങ്ങളുണ്ട്. 1 പ്രാഥമിക ധർമ്മങ്ങൾ അഥവാ പ്രൈമറി ഫംഗ്ഷൻ, 2 ദ്വിതീയ ധർമ്മങ്ങൾ അഥവാ സെക്കൻഡറി ഫംഗ്ഷൻ, 3 യാദൃച്ഛിക ധർമ്മങ്ങൾ അഥവാ കണ്ടിൻജന്റ് ഫംഗ്ഷൻസ്. അങ്ങനെ പ്രധാനമായിട്ട് 3 ധർമ്മങ്ങളുണ്ട്. ഇനി ഓരോന്നിലും മറ്റൊരുപാട് ധർമ്മങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഫംഗ്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ പ്രാഥമിക ധർമ്മം അഥവാ പ്രൈമറി ഫംഗ്ഷനിൽ പണം ഒരു വിനിമയ മാധ്യമമായിട്ട് ഉപയോഗിക്കാം. വിനിമയ മാധ്യമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങൾ പണം കൊടുത്ത് വാങ്ങാനും വിൽക്കാനും നമുക്ക് സാധിക്കും, അല്ലേ? ഇങ്ങനെ ഒരു വിനിമയ മാധ്യമമായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാവുന്നതാണ്? പണം ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ സാധനങ്ങൾ വാങ്ങാനുള്ള ഒരു മാധ്യമമായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? പണം ഉപയോഗിക്കാം. 2 മൂല്യമാപനം, എ മെഷർ ഓഫ് വാല്യൂ. പണത്തിൽ നമുക്ക് ഓരോ സാധനങ്ങളുടെയും മൂല്യം രേഖപ്പെടുത്താവുന്നതാണ്.
ഇപ്പോൾ ഒരു പെന്നിൻ്റെ വില എത്ര, ഒരു വസ്ത്രത്തിൻ്റെ വില എത്ര, ഒരു ബൈക്കിൻ്റെ വില എത്ര, അങ്ങനെ ഓരോ വസ്തുക്കൾക്കും നമുക്ക് എന്താണ് പണത്തിൽ അതിൻ്റെ മൂല്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് എ മെഷർ ഓഫ് വാല്യൂ, മൂല്യമാപനം, ഓരോ സാധനങ്ങൾക്കും നമുക്ക് പണത്തിൽ മൂല്യം കണക്കാക്കാവുന്നതാണ്. ഇനി ദ്വിതീയധർമ്മങ്ങൾ അഥവാ സെക്കൻഡറി ഫംഗ്ഷനിൽ പ്രധാനമായിട്ട് 3 പറയുന്നുണ്ട്. എ മൂല്യശേഖരം, എ സ്റ്റോർ ഓഫ് വാല്യൂ. അപ്പോൾ നമ്മുടെ അടുത്ത് കുറേ സാധനങ്ങളുണ്ട്, അതിൽ വസ്തുക്കളുണ്ട്. ഇവ നമുക്ക് പണത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് എന്താണ് അത് എടുത്തു വെക്കാൻ വേണ്ടി സാധിക്കും അല്ലേ. അത് പണം സ്റ്റോർ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഒരു ഉപാധിയാണ്. അപ്പോൾ നമുക്ക് എടുത്തു വെക്കാൻ പറ്റിയ, ഇപ്പോൾ നമ്മുടെ അടുത്ത് കണ്ടമാനം എന്താണ് സാധനങ്ങളുണ്ട്. ഈ സാധനങ്ങളൊന്നും നമുക്ക് കൊണ്ട് സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ സാധിക്കില്ല, ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കില്ല. പകരം എന്ത് ചെയ്യാം, അത് പണമാക്കി മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എടുത്തു വെക്കാൻ വളരെ സിമ്പിളായിട്ട് എടുത്തു വെക്കാൻ സാധിക്കും. 4 മാറ്റിവെക്കപ്പെട്ട അടവുകൾക്ക് ഒരു സ്റ്റാൻഡേർഡ്, എ സ്റ്റാൻഡേർഡ് ഓഫ് ഡിഫേർഡ് പേയ്മെൻറ്റ്. അതായത് നമ്മൾ പണം കടം കൊടുക്കുകയോ അല്ലെങ്കിൽ എന്താണ് വായ്പ എടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതിന് മൂല്യം കുറയാതെ ഒരു നിശ്ചിത പലിശ അതിൽ നിന്ന് ഈടാക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ വായ്പ കൊടുക്കാൻ വെച്ചാൽ അത് നമുക്ക് പലിശ കിട്ടും. ബാങ്കിൽ മറ്റും കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് നിശ്ചിത പലിശ കിട്ടും. അപ്പോൾ നമുക്ക് ആ പണത്തിൻ്റെ മൂല്യം കുറയാതെ നമുക്കത് എന്താണ് അതിൻ്റെ ഒരു പ്രതിഫലം നമുക്ക് കിട്ടുന്നതാണ്. 5 മൂല്യത്തിൻ്റെ മാറ്റം. പണം ഏത് സമയത്തും ഏത് രൂപത്തിലേക്ക് മാറ്റാവുന്നതാണ് അല്ലേ. അതായത് പണം അതുപോലെ ഒരുപാട് ആസ്തികളുണ്ട്. ഇപ്പം നമുക്ക് വീട് അല്ലെങ്കിൽ സ്ഥലം അല്ലെങ്കിൽ കുറേ സ്വർണം അല്ലേ, അതുപോലെ പണം, ഇതൊക്കെ ഒരുപാട് ആസ്തികളാണ്. ഇതിൽ ഏറ്റവും നല്ലൊരു ആസ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പണമാണ്. പണം ഏത് സമയത്തും ഏത് രൂപത്തിലേക്ക് നമുക്ക് മാറ്റാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ സ്ഥലം വിറ്റിട്ട് നമുക്ക് എന്താണ് പണം എടുത്ത് വെക്കാവുന്നതാണ്, അല്ലെങ്കിൽ ആ പണം ഉപയോഗിച്ച് നമുക്ക് സ്ഥലം വാങ്ങാവുന്നതാണ്. പണം എപ്പോഴും സ്വീകാര്യതയുള്ള ഒരു ഉപാധി ആയതിനാൽ ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഏതിലേക്കും നമുക്ക് മാറ്റാൻ വേണ്ടി സാധിക്കും. നമ്മുടെ ആസ്തികളിൽ ഏറ്റവും ലിക്വിഡിറ്റി ഉള്ളത്, ഏറ്റവും ദ്രവത്വമുള്ളത്, ഏത് രൂപത്തിലേക്ക് എപ്പോഴും മാറ്റാൻ സാധിക്കുന്നത് എന്താണ്, പണമാണ്. ഇനി 3 യാദൃച്ഛിക ധർമ്മങ്ങൾ അഥവാ കണ്ടിൻജന്റ് ഫങ്ഷൻസ്. അതിൽ 1 വായ്പയ്ക്കുള്ള അടിസ്ഥാനം. അപ്പം നമുക്ക് വായ്പ വാങ്ങുന്നതും കൊടുക്കുന്നതൊക്കെ എന്തിലാണ്, പണത്തിലാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് വായ്പ ഏതൊരു ബിസിനസ് എന്ത് പ്രവർത്തനം ചെയ്യുന്നത് പണമായിട്ടാണ് വായ്പയുടെ അടിസ്ഥാനമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അടുത്ത ദ്രവത്വം അഥവാ ലിക്വിഡിറ്റി. നമുക്ക് ഒരുപാട് ആസ്തികൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ സ്ഥലമുണ്ട്, വീടുണ്ട്, ഇല്ലെന്താണ് കുറേ സ്വർണ്ണമുണ്ട്, ഇല്ല കുറേ പണമുണ്ട്. ഇവയിലൊക്കെ ഏറ്റവും ദ്രവത്വമുള്ള ആസ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണമാണ്. പണം ഏത് രൂപത്തിലേക്കും എപ്പോൾ വേണമെങ്കിലും നമുക്ക് മാറ്റാൻ സാധിക്കും. എന്നാൽ സ്ഥലം ഉപയോഗിച്ച് നമുക്ക് എന്താണ് പെട്ടെന്ന് മാറ്റാൻ സാധിക്കില്ല. അല്ലെങ്കിൽ കുറേ സ്വർണ്ണം ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് വേറെ ആസ്തിയിലേക്ക് മാറ്റാൻ സാധിക്കില്ല. എന്നാൽ അതിൽ ഏറ്റവും കൂടുതൽ ദ്രവത്വമുള്ളത് ഏത് രൂപത്തിലേക്ക് എപ്പോൾ മാറ്റാൻ സാധിക്കുന്നത് എന്ത് തന്നെയാണ്, പണമാണ്. ദേശീയ വരുമാനത്തിൻ്റെ വിതരണം. ദേശീയ വരുമാനം കണക്കാക്കുന്നത് എന്തിനാണ്, പണത്തിലാണ്. ഓരോ രാജ്യവും അവരുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നത് അല്ലെങ്കിൽ അവരുടെ മൊത്തം വരുമാനം കണക്കാക്കുന്നത് എന്തിനാണ്, പണത്തിലാണ്. സോൾവൻസിയുടെ ജാമ്യക്കാരൻ. ആളുകൾ തമ്മിലോ ബാങ്കുകൾ തമ്മിലോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും തമ്മിൽ എന്തെങ്കിലും പ്രോബ്ലംസ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവിടെ ഇടനിലക്കാരനായിട്ട് അല്ലെങ്കിൽ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്താണ്, പണമാണ്. അതുകൊണ്ടാണ് സോൾവൻസിയുടെ ജാമ്യക്കാരൻ എന്തിനു പറയുന്നത്, പണത്തെ പറയുന്നത്. പണത്തിൻ്റെ വിവിധ അളവുകൾ ഏതെല്ലാം. പണത്തിന് പ്രധാനമായിട്ടും 4 അളവുകളുണ്ട്. എക്സാമിന് 4 മാർക്കിനൊക്കെ കൂടുതലായിട്ട് കണ്ടുവരാറുള്ള ചോദ്യമാണിത്. അപ്പോൾ പണത്തിൻ്റെ 4 അളവുകളാണ് M1, M2, M3 ആൻഡ് M4. എന്താണ് M1, M2, M3, M4 എന്ന് പറഞ്ഞാൽ? M1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CU+DD. ജനങ്ങളുടെ കയ്യിലുള്ള പൈസയും ജനങ്ങൾ കിട്ടാൻ ആഗ്രഹിക്കുന്ന പൈസയും, അല്ലെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്തിട്ട് അല്ലെങ്കിൽ ബാങ്കിൽ മറ്റും കൊണ്ട് നിക്ഷേപിച്ച പൈസക്കിനൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ എന്ത് പറയുക, DD, ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ M1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CU, കറൻസി, ജനങ്ങളുടെ കയ്യിലുള്ള പൈസയും ജനങ്ങൾ കിട്ടാൻ ആഗ്രഹിക്കുന്ന പൈസയും. M2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ M1+ പോസ്റ്റ് ഓഫീസ് ആൻഡ് സേവിങ്സ് ബാങ്കുകളിലെ സേവിങ് ഡെപ്പോസിറ്റുകൾ. M1 CU+DD ഉണ്ട്, അതുപോലെ പോസ്റ്റ് ഓഫീസ് ആൻഡ് സേവിങ്സ് ബാങ്കുകളിലെ ഡെപ്പോസിറ്റുകൾ. ഏത് സമയത്തും നമുക്ക് പെട്ടെന്ന് എടുക്കാൻ കഴിയുന്ന പണത്തെയാണ് നമ്മുടെ പോസ്റ്റ് ഓഫീസ് ആൻഡ് സേവിങ്സ് ബാങ്കുകളിലെ സേവിങ് ഡെപ്പോസിറ്റുകൾ എന്ന് പറയുന്നത്. അടുത്തത് M3 = M1+ വാണിജ്യ ബാങ്കുകളിലെ അറ്റ് എ ടൈം ഡെപ്പോസിറ്റുകൾ. അപ്പോൾ M1 ഉണ്ട്, നമ്മൾ നിശ്ചിത കാലത്തേക്ക് നിക്ഷേപിച്ച പണം കൂടി കൂടിച്ചേർന്ന്, വാണിജ്യ ബാങ്കുകൾ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ ഒരു നിശ്ചിത കാലത്തേക്ക് നമ്മൾ നിക്ഷേപിച്ച പണം കൂടി കൂടിച്ചേർന്നിട്ടുള്ളതാണ് നമ്മൾ എന്ത് പറയുക, വാണിജ്യ ബാങ്കിൽ അറ്റ് എ ടൈം ഡെപ്പോസിറ്റുകളും കൂടി ചേർന്നതാണ് M3 എന്ന് പറഞ്ഞാൽ. ഇനി M4 = M3+ മൊത്തം പോസ്റ്റ് ഓഫീസ് ഡെപ്പോസിറ്റുകൾ. അത് ദേശീയ സമ്പാദ്യ പദ്ധതികൾ ഒഴികെയുള്ള ഡെപ്പോസിറ്റുകൾ. മൊത്തം പോസ്റ്റ് ഓഫീസിലെ ഡെപ്പോസിറ്റുകൾ, ബാങ്കുകളുടെ ഡെപ്പോസിറ്റിലും ജനങ്ങളുടെ കയ്യിലുള്ള പൈസയും ജനങ്ങൾ കിട്ടാൻ ആഗ്രഹിക്കുന്ന പൈസയും ഇവയെല്ലാം കൂടി ചേർന്നതാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ M4 എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ നമുക്ക് ഈ M1, M2 നമ്മൾ നാരോ മണി എന്നും M3, M4 ബ്രോഡ് മണി എന്ന് വിളിക്കും. നാരോ മണിയാണ് സങ്കുചിത പണം, ഏത് സമയത്തും പെട്ടെന്ന് നമുക്ക് കിട്ടുന്ന പണം, വലിയെടുത്ത് ഉപയോഗിക്കാൻ കഴിയുന്ന പണത്തെയാണ് നമ്മൾ നാരോ മണി, സങ്കുചിത പണം എന്ന് പറയുന്നത്. അത് M1ഉം M2ഉം ആണ്. എന്നാൽ M3, M4 എന്ന് പറഞ്ഞാൽ ബ്രോഡ് മണിയാണ്, അത് വിശാലമായിട്ടുള്ള പണമാണ്. അത് ഏറ്റവും കൂടിയൊരു അളവിലുള്ള പണത്തെയാണ് നമ്മൾ M3, M4 അഥവാ ബ്രോഡ് മണി എന്ന് പറയുന്നത്. CRR
SLR എന്നിവ താരതമ്യം ചെയ്യുക. 3 മാർക്കിനും 4 മാർക്കിനൊക്കെ കൂടുതൽ കണ്ടുവരാറുള്ള ചോദ്യമാണ് CRR ആൻഡ് SLR, ക്യാഷ് റിസർവ് റേഷ്യോ ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. എന്താണ് ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറഞ്ഞാൽ? CRR എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളെ നാട്ടിൽ ഒരുപാട് വാണിജ്യ ബാങ്കുകളുണ്ട്, ഒരുപാട് കൊമേഴ്ഷ്യൽ ബാങ്കുകളുണ്ട്. അപ്പം നമ്മളെല്ലാവരും ബാങ്കിലും മറ്റും കൊണ്ടുപോയി പണം നിക്ഷേപിക്കാറുണ്ട്. അപ്പം ബാങ്കുകൾ എന്ത് ചെയ്യും? ഈ മുഴുവൻ പണം അവിടെ അങ്ങനെ എടുത്തു വെക്കാൻ സാധിക്കില്ല. അതിൽ നിന്ന് കുറച്ച് പണം ആരെങ്കിലും വായ്പയായിട്ടും മറ്റും ചോദിച്ചു കഴിഞ്ഞാൽ ലോണും മറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് വരും. ബാക്കി പണത്തിന് ഒരു നിശ്ചിത ശതമാനം റിസർവ് ബാങ്കിൽ കൊണ്ടുപോയിട്ട് കരുതൽ ധനമായിട്ട് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ CRR, ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ വെറുതെ നിക്ഷേപിക്കല്ല, അവിടെ നിന്നാണ് ആ പണം അവിടെ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ അതിന് പലിശയും കാര്യങ്ങളും ആര് കൊടുക്കും? റിസർവ് ബാങ്ക് കൊടുക്കും. അതുപോലെ തന്നെ ബാങ്കുകൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ സഹായവും കാര്യങ്ങളൊക്കെ ആര് ചെയ്തു കൊടുക്കും എന്നാണ് പറഞ്ഞത്? റിസർവ് ബാങ്ക് ചെയ്തു കൊടുക്കും. അപ്പോൾ ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ വാണിജ്യ ബാങ്കുകൾ അവരുടെ ഡിമാൻഡ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള പണത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം റിസർവ് ബാങ്കിൽ കൊണ്ടുപോയി കരുതൽ ധനമായിട്ട് സൂക്ഷിക്കുന്ന പണത്തെയാണ് നമ്മൾ CRR അഥവാ ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്. വാണിജ്യ ബാങ്കുകൾ അവരുടെ ഡിമാൻഡ് ഡെപ്പോസിറ്റിൻ്റെ ഒരു നിശ്ചിത ശതമാനം RBIയിൽ കരുതൽ ധനമായി സൂക്ഷിക്കുന്ന പണമാണ് CRR അഥവാ ക്യാഷ് റിസർവ് റേഷ്യോ. SLR അഥവാ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, ദ്രവത്വം കൈകാര്യം ചെയ്യാൻ നിക്ഷേപത്തിന്റെ 1% ദ്രവ ആസ്തികൾ നിക്ഷേപിക്കാൻ ബാങ്കുകൾ നിയമം മൂലം നിർബന്ധമാവുന്നു. ഇതാണ് നിയമാനുസൃത ദ്രവത്വ അനുപാതം അഥവാ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ. നേരത്തെ നമ്മൾ പറഞ്ഞത് ബാങ്കിൽ കിട്ടിയ പണത്തിന് ഒരു നിശ്ചിത ശതമാനം റിസർവ് ബാങ്കിൽ കൊണ്ടുപോയി പണം എന്നാണ് കരുതൽ ധനമായി സൂക്ഷിക്കുക എന്ന് പറഞ്ഞത്. ഇതിൽ ഇവിടെ ചെയ്യുന്നത് ഏതെങ്കിലും ആസ്തിയിലേക്ക് നിക്ഷേപിക്കുകയാണ്. ഇപ്പോൾ സ്വർണം, വെള്ളി പോലുള്ള ആസ്തികൾ ഉണ്ടാവും, ഇതിലേക്ക് പണം നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ റിസർവ് ബാങ്കിൽ കൊണ്ടുപോയി സ്വർണ്ണത്തിലേക്ക് ഒരു നിശ്ചിത കൊണ്ട് പണം നിക്ഷേപിച്ചു. അപ്പോൾ സ്വർണ്ണത്തിൻ്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് പണത്തിൻ്റെ വാല്യൂ കൂടും. സ്വർണ്ണത്തിൻ്റെ വാല്യൂ കുറയുകയാണെങ്കിൽ പണത്തിൻ്റെ വാല്യൂ കുറയുകയാണ് ചെയ്യുക. അപ്പം ഓരോ വാണിജ്യ ബാങ്കുകളും പണത്തിന് ഒരു നിശ്ചിത ശതമാനം റിസർവ് ബാങ്കിലോ അല്ലെങ്കിൽ മറ്റും അവർ ഏതെങ്കിലും ദ്രവ ആസ്തികളിലേക്ക് നിക്ഷേപിക്കുക, പണമായിട്ട് നിക്ഷേപിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ദ്രവത്വമുള്ള ആസ്തിയിലേക്ക് നിക്ഷേപിക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയാം? സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ അഥവാ നിയമാനുസൃത ദ്രവത്വ അനുപാതം എന്ന് പറയുന്നത്. 3 മാർക്കിനും 4 മാർക്കിനും കൂടുതൽ കണ്ടുവരാറുള്ള ഒരു ചോദ്യമാണിത്. ഉപഭോക്തൃ വില സൂചികയും അഥവാ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, മൊത്തം വില സൂചികയും ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് തമ്മിൽ താരതമ്യം ചെയ്യുക. 3 മാർക്കിനോ 4 മാർക്കിനോ ഒക്കെ കൂടുതലായിട്ട് കണ്ടുവരാറുള്ള ചോദ്യമാണിത്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആൻഡ് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്, CPI ആൻഡ് WPI. ഇപ്പം ഇവിടെ CPIനെ കണക്കാക്കുന്നത് ഒരു ഉപഭോക്താവ് അയാൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കടയിൽ പോയി വാങ്ങുമ്പോൾ ഒരു കാലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അടുത്ത കാലത്തേക്ക് അല്ലെങ്കിൽ ഒരു വർഷത്തെ അപേക്ഷിച്ച് അടുത്ത വർഷത്തേക്ക് നോക്കുമ്പോൾ അയാളുടെ വാങ്ങുന്ന സാധനങ്ങളുടെ അളവിലോ അല്ലെങ്കിൽ വിലയിലോ മാറ്റം സംഭവിച്ചിട്ടുണ്ടാവും. ഇത് കണക്കാക്കാൻ വേണ്ടിയാണ് നമ്മൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് അഥവാ CPI ഉപയോഗിക്കുന്നത്. അതായത് ഒരു ഉപഭോക്താവ് 2 വ്യത്യസ്ത കാലയളവിൽ പ്രതിനിധീകരിക്കപ്പെട്ട ഒരു ഉപഭോക്താവ് വാങ്ങുന്ന ഒരു കുട്ട സാധനങ്ങൾ, ഇവിടെ ഒരു നിശ്ചിത അളവ് സാധനങ്ങളാണ്. പണ്ടൊക്കെ കവറും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പം ഏതെങ്കിലും കൊട്ടയിലൊക്കെ ആയിരുന്നു സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ അതൊരു കുട്ട സാധനങ്ങൾ എന്ന് പറയുന്നത്. സാധനത്തിൻ്റെ ചില്ലറ വിലയിലെ മാറ്റത്തിൻ്റെ സൂചികയാണ് ഉപഭോക്തൃ വില സൂചിക. അപ്പം ഒരു ഉപഭോക്താവ് അല്ലേ, ഇപ്പം ഞാൻ ഒരു 2010, ഞാനും നിങ്ങളും ആരുമാവും 2010ലും 2025ലും സാധനം വാങ്ങി. ഇപ്പോൾ 2010 നമ്മൾ 500 രൂപ കൊടുത്ത് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങുകയാണ്. പിന്നെ 2025 അതേ 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത്ര അളവ് സാധനം വാങ്ങാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ ഓരോ വർഷവും സാധനങ്ങൾ വിലയിൽ മാറ്റം എന്തായാലും സംഭവിക്കാറുണ്ട്. അപ്പം ഇത് കണക്കാക്കാൻ വേണ്ടിയാണ് അല്ലെ 2 വ്യത്യസ്ത കാലയളവിൽ ഒരു ഉപഭോക്താവ് കടയിൽ പോയി സാധനങ്ങൾ വാങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സാധനങ്ങൾ വിലയിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ടാവും. ഇത് കണക്കാക്കാൻ വേണ്ടിയാണ് നമ്മൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് അഥവാ ഉപഭോക്തൃ വില സൂചിക ഉപയോഗിക്കുന്നത്. ഇനി മൊത്തം വില സൂചിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നേരത്തെ ഉപഭോക്താവിനാണ് പറഞ്ഞതെങ്കിൽ ഇവിടെ കച്ചവടക്കാരനാണ് പറയേണ്ടത്. അതായത് 2 വ്യത്യസ്ത കാലയളവിൽ വൻതോതിൽ വ്യാപാരം ചെയ്യുന്ന ഒരു കെട്ട് ചരക്കുകളുടെ മൊത്തം വിലയിലുണ്ടാകുന്ന മാറ്റത്തിൻ്റെ സൂചികയാണ് മൊത്തം വില സൂചിക. ഒരു കച്ചവടക്കാരൻ അയാളുടെ കടയിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ 2010 പോയിട്ട് 1 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാൽ 2025 അതേ അളവ് സാധനം അയാൾ വാങ്ങാൻ വേണ്ടി തയ്യാറാവുകയാണെങ്കിൽ പക്ഷെ അയാൾക്ക് അത് ഒരിക്കലും കിട്ടില്ല. കാരണം എന്താണ്? അത്ര അളവ് വാങ്ങണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് കൂടുതൽ എമൗണ്ട് ചിലവഴിക്കേണ്ടി വരും. ഈ 1 ലക്ഷം രൂപയ്ക്ക് ഒരിക്കലും അയാൾക്ക് അതേ അളവ് സാധനം വാങ്ങാൻ വേണ്ടി സാധിക്കില്ല. അപ്പം 2010 അപേക്ഷിച്ച് നോക്കുമ്പോൾ 2025 സാധനങ്ങൾ വിലയിൽ വർധനവ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ 2 വ്യത്യസ്ത കാലയളവിൽ ഒരു കച്ചവടക്കാരൻ അല്ലെങ്കിൽ ഒരു ഹോൾസെയിൽ കച്ചവടക്കാരൻ അയാൾ കച്ചവടം ചെയ്യുമ്പോൾ ഒരിക്കലും മുമ്പത്തെ വർഷത്തെ അല്ലെങ്കിൽ പഴയ വർഷത്തെ അതേ വിലയ്ക്ക് ഒരിക്കലും സാധനങ്ങൾ വാങ്ങാനോ അല്ലെങ്കിൽ വിൽക്കാനോ അയാൾക്ക് സാധിക്കില്ല.
അപ്പം ആ വിലയിലുണ്ടാകുന്ന മാറ്റത്തിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത് നമ്മൾ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് അഥവാ മൊത്തം വില സൂചിക ഉപയോഗിക്കുന്നത്.